നമ്മളിപ്പോൾ ഏത് മത്സരമാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഓൺ ഫീൽഡ് അമ്പയർ അത് തേർഡ് അമ്പയറിന് കൊടുക്കുന്നു. ആ ഡിസിഷൻസ് ഇപ്പോൾ ഒരുപാട് ആംഗിൾ എന്നുള്ള വിഷ്വലും മറ്റുമൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അത് വളരെ കുറഞ്ഞ സമയത്ത് തന്നെ ജഡ്ജ് ചെയ്യണം. അതിങ്ങനെ മൊത്തം നോക്കിയിട്ട് നമുക്ക് നോർമലി ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഉള്ളിൽ തന്നെ ഇത്രയും ആംഗിളൊക്കെ നോക്കിയിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് ആ സമയത്തൊരു സംഭവം വിധിക്കുകയാണ്, ഒരു വിധി വിധിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം ശ്രമകരമാണ്? അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ടി വി അമ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടി വി അമ്പയറിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പം എല്ലാവരും വിചാരിക്കും ടി വി അമ്പയറിംഗ് വളരെ ഈസിയാണ്. ഇപ്പം നമ്മളെല്ലാവരും സോഫയിലിരുന്ന് കളി കാണുന്ന പോലെ ഒരു അമ്പയർ ടി വി അമ്പയർ എന്ന് പറഞ്ഞാൽ സോഫയിലിരുന്ന് ഇങ്ങനെ കാണുന്നു. അപ്പോൾ ആളുടെ അടുത്ത് ഇങ്ങനെ റെഫർ ചെയ്യണോ, അപ്പോൾ ഇത് വളരെ ഈസി, അതിങ്ങനെ കുറേ ആംഗിളുകളുണ്ട്, ആൾക്കാർ നോക്കുന്നു കൊടുക്കുന്നു. അങ്ങനെയല്ല. ടി വി അമ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ WPL മാച്ചിൽ ടി വി അമ്പയർ ചെയ്തതാണ്, രഞ്ജി ട്രോഫി നോക്കൗട്ട് മാച്ചിൽ ടി വി അമ്പയർ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നടന്ന CK നായിട്ട് ഫൈനലിൽ ടി വി അമ്പയറിംഗ് ചെയ്തത് DRS മാച്ചാണ്. അപ്പോൾ അതിലൊരു ടി വി അമ്പയർ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ടറെ ഇൻഫോം ചെയ്യണം എപ്പോഴാണ് കളി തുടങ്ങേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു ടോക്ക് ബാക്ക് പാനൽ ഉണ്ടാവും, അതിലൂടെ ഇൻഫോം ചെയ്യണം. പിന്നെ കോംസ് ഉണ്ടായിരിക്കും, ഞങ്ങൾ അമ്പേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് എപ്പോൾ കയറുന്നു എപ്പോൾ ഇറങ്ങുന്നു അതിൻ്റെ ടൈം നോട്ട് ചെയ്യണം. പിന്നെ ഓരോ ബോളിലും സ്കോർ ചെയ്യുന്ന പോലെ ഓരോ ബോളിലും എന്തുണ്ടായി എന്നുള്ളത് സ്കോർ ബുക്ക് പോലെ എഴുതി പോകണം. കാരണം എത്ര ബോൾ റിമൈനിങ് എന്നുള്ളത് ഓൺ ഫീൽഡ് അമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് അമ്പയറാണ് പറഞ്ഞു കൊടുക്കേണ്ടത് 2 ബോൾ റിമൈനിങ്, 1 ബോൾ റിമൈനിങ് എന്നുള്ളത്. അത് സ്കോറായിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കോറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും വേണം. ഓൺ ഫീൽഡ് അമ്പേഴ്സ് ആരുമായിട്ട് സംസാരിക്കില്ല. ഓൺ ഫീൽഡ് അമ്പേഴ്സ് ആകെ സംസാരിക്കുന്നത് ടി വി അമ്പയർ മാത്രമായിട്ട്. ടി വി അമ്പയർ ആണ് ഈ ഡയറക്ടറായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺ ഫീൽഡ് അമ്പയറായിട്ട് കണക്ട് ചെയ്യുന്നത്, മാച്ച് റെഫറി ആയിട്ട് കണക്ട് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ടി വി അമ്പയർ. അപ്പോൾ ടി വി അമ്പയർ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൺ ഫീൽഡിലേക്ക് നോക്കും വേണം, അതുപോലെ തന്നെ ക്യാമറ ആംഗിളുകളിലേക്ക് നോക്കും വേണം. കാരണം അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്ടിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ക്ലോത്തിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടോ, പ്രോപ്പർ ക്ലോത്ത് ആണോ ഇട്ടത്, അതായത് പ്ലേയേഴ്സിന്റെ ക്ലോത്തിങ് കറക്റ്റ്, അവരുടെ ലോഗോ കറക്റ്റ് ആണോ, ലോഗോ പ്ലേസ്മെന്റ് കറക്റ്റ് ആണോ, ഇടാത്ത നമ്മളുടെ അപ്രൂവൽ അല്ലാത്ത ഏതെങ്കിലും ലോഗോയോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ മേത്തുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ടി വി അമ്പയറിൻ്റെതാണ്. ടി വി അമ്പയറിന്റെ എല്ലാ കാര്യങ്ങളും ടി വി അമ്പയറിന്റെ. അതിന്റെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ മഴയുടെ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും വെച്ച് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ടി വി അമ്പയറാണ്. അതുപോലെ തന്നെ ഒരു COC വന്നു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ടി വി അമ്പയറാണ്. അങ്ങനെ ടി വി അമ്പയർക്ക് ഒരുപാട് ജോലികളാണ്, ഏറ്റവും കൂടുതൽ ജോലി. അതിൻ്റെ ഒപ്പം തന്നെ ഡിസിഷൻ വരുമ്പോൾ ആ ഡിസിഷൻ കൊടുക്കും വേണം. ഓൺ ഫീൽഡ് അമ്പയറിൽ ഒരു ഡിസിഷൻ തെറ്റിയാലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണ് അത് ഉണ്ടായത്. അത് ഹ്യൂമൻ എറേഴ്സ് വരാം. പക്ഷെ ഒരു ടി വി അമ്പയർ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും നമ്മൾ എല്ലാ ആംഗിളുകളും പരിശോധിച്ചിട്ട് വേണം ആ ഒരു ഡിസിഷൻ കൊടുക്കാനും വേണ്ടിയിട്ട്. ആ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ചില ആംഗിളുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, ചില ആംഗിളുകളിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല, ബ്ലേഡ് ആയിരിക്കും വിഷ്വൽസ്. അപ്പൊ നമ്മുടേതായ ഒരു ജഡ്ജ്മെന്റൽ കോള് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും, ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റാവാം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്ന സമയങ്ങളുണ്ട്. അപ്പൊ അത്രയും ടഫ് ജോബാണ് ടി വി അമ്പയറിംഗ്. പക്ഷെ അതൊരു ചലഞ്ചിങ് മൂഡിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് എൻജോയ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള ഏതെങ്കിലും ഡിസിഷൻസ് എടുത്ത ഓർമ്മകളുണ്ടോ? അതായത് പിന്നെ കുറച്ചുകൂടി ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഏതെങ്കിലും? WPL മാച്ചിൽ ഞാനൊരു റൺഔട്ട് നോട്ട് ഔട്ട് കൊടുത്തൊരു ഡിസിഷൻ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. അത് ഇപ്പോഴും ഞാനത് പലരും അത് ഔട്ടായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് WPL എനിക്ക് തോന്നുന്നു ഡൽഹിയും ലക്നൌവും തമ്മിലുള്ള മാച്ചായിരുന്നു എന്ന് തോന്നുന്നു. ആ മാച്ചിൽ കൊടുത്തിട്ടുള്ളൊരു ഡിസിഷൻ 6 ബോളിൽ 9 റൺസായിരുന്നു ജയിക്കാൻ. ലാസ്റ്റ് ഓവറിന്റെ ഫസ്റ്റ് ബോളായിരുന്നു, 2 ഡബിൾ റൺസ് ഓടി സെക്കൻഡ് റണ്ണിലായിരുന്നു റൺഔട്ട് വന്നിരുന്നത്. ആ ഒരു ഡിസിഷൻ കൊടുക്കാൻ ഏകദേശം ഒരു 4 മിനിറ്റ് എടുത്തു. അപ്പൊ അതില് ഇതിന് ഇത്ര ടൈമിന്റെ ഉള്ളിൽ പറയണം, അങ്ങനെ എന്തോ നിയമമുണ്ടോ? അത് ഡിസിഷൻ മേക്കിംഗ് ടി വി അമ്പയറിംഗിന് മുന്നേ, DRS വരുന്നതിനൊക്കെ മുന്നേ ടി വി അമ്പയറിംഗിൽ പറഞ്ഞിരുന്നു 90 സെക്കൻഡ്സ് ടു മാക്സിമം 2 മിനിറ്റ്സിനുള്ളിൽ ഡിസിഷൻ വരണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ചില സമയങ്ങളിലെ ആംഗിളുകൾ ചിലപ്പോൾ കിട്ടില്ല. നമ്മൾ ടി വി ഡയറക്ടർ ഇപ്പൊ സ്മാർട്ട് റീപ്ലേസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്, അതായത് IPL യൂസ് ചെയ്യുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ടെക്നീഷ്യൻ നമുക്ക് 4 ക്യാമറകളുണ്ട്, 4 സ്ക്രീനുകൾ ഉണ്ടായിരിക്കും. 4 സ്ക്രീനുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഓട്ടോനോബിൾ നോക്കണം. അതുപോലെ തന്നെ ഇവരുടെ 3 സ്ക്രീൻസ് ഉണ്ടായിരിക്കും, അതിലത്തെ ഓരോ സ്ക്രീനുകളും നോക്കണം. അതുപോലെ തന്നെ ചില ആംഗിൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്ടർ പല ആംഗിളുകൾ തരും, ഈ ക്യാച്ചും കാര്യങ്ങളൊക്കെ ഈ ടെക്നീഷ്യൻസും തരും. ഇതെല്ലാം നോക്കിയിട്ട് വേണം. പല ആംഗിളുകളും നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യില്ല, നമ്മൾ കാണുന്ന പല ആംഗിളുകളും ബ്രോഡ്കാസ്റ്റ്. നമ്മുടെ ഡിസിഷൻ വരുമ്പോൾ ഇതൊന്നും കാണാനില്ലെന്ന് തോന്നുന്നു. ടി വി അമ്പയർ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, എന്നിട്ടായിരിക്കും ഡിസിഷൻ തരുന്നുണ്ടാവുക. നമുക്കത് നമ്മുടെ ഫീഡിൽ വരുന്നത്, ബ്രോഡ്കാസ്റ്റിംഗ് ഫീഡിൽ വരുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ടി വി അമ്പയർ റൂമിൽ ഈ ടെക്നീഷ്യൻസ് എല്ലാ ആംഗിളുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനുശേഷമായിരിക്കും ഈ ഡിസിഷൻ നമ്മൾ കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് ടൈം
ചിലപ്പോൾ ഡിപ്പെൻസ്, നമ്മൾ എത്ര ടൈം എടുത്താലും നല്ലൊരു ഡിസിഷൻ കൊടുക്കണം എന്നുള്ളതാണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഈ WPL മത്സരത്തിൽ ഈ WPL മത്സരത്തിൽ റൺഔട്ടിന്റെ ഒരു ഇൻസിഡന്റ് വന്നു. അത് പലർക്കും അത് നോട്ട് ഔട്ടായിരുന്നു. പക്ഷെ നമ്മൾ പല ആംഗിളുകൾ പരിശോധിച്ചപ്പോൾ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ഇതല്ല. ഓൺ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് 3D ഇമേജ് ആണ് കിട്ടുക. പക്ഷെ TV അമ്പയറിംഗിൽ നമുക്ക് 2D ഇമേജാണ് കിട്ടുക. അതായത് അകലെയുള്ള ആള് മേലെയാണ് കിട്ടുക. അതായത് ഡെപ്ത് നമുക്ക് കിട്ടില്ല. ഹൈറ്റും സൈഡിലേക്കും മേലേക്കാണ് കിട്ടുക. അപ്പൊ ബാറ്റിന്റെ ഡെപ്തോ ബാറ്റ് കുത്തിയത് ഗ്രൗണ്ടിലാണോ അത് മുകളിലാണോ എന്നുള്ളത് നമുക്ക് 2D ഇമേജിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പല ആംഗിളുകൾ എടുത്തിട്ട് വേണം നമ്മുടെ അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്താൻ. അങ്ങനെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അത് ബാറ്റ് എയറിലായിട്ട് പലർക്കും തോന്നി, ഒരു ആംഗിളിൽ നോക്കിയപ്പോൾ പലർക്കും കുത്തിയതായിട്ട് തോന്നി. പക്ഷെ ഇത് ഏതാണ് ആക്ച്വൽ എന്നുള്ളത് നമ്മൾ പല ആംഗിളുകളും എടുത്ത് നമ്മൾ അതിന്റെ ഫൈനൽ ഡിസിഷനിലേക്ക് വന്നു. അത് നല്ല ഡിസിഷൻ ആയിരുന്നു. അത് നമുക്കൊരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടി. നല്ല ഡിസിഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ അമ്പയേഴ്സ് ഒക്കെ നമുക്ക് മെസ്സേജ് ഒക്കെ ചെയ്തു, സൂപ്പർ ഡിസിഷൻ ആയിരുന്നു.